ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരുവോണ സദ്യയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിൽ സംഘർഷം. ബാർ ജീവനക്കാരുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്ക്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ 18,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ചാലക്കുടി മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചശല്യം രൂക്ഷം. അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രതിരോധ നടപടികൾ കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. പ്രവാചക സ്മരണയിൽ വിശ്വാസി സമൂഹം തിങ്കളാഴ്ച നബിദിനം ആഘോഷിക്കും. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടക്കും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശവുമായി മലയാളികൾ പൊന്നിൻ തിരുവോണം ആഘോഷിച്ചു. ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളും ഒരുക്കിയായിരുന്നു ഓണമാഘോഷം. വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങളിട്ടും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഓരോ മലയാളിയും ഓണത്തെ വരവേറ്റു. ഒത്തുചേരലിന്റെ സന്തോഷത്തിന്റെ നാക്കിലയിലെ സദ്യയുടെ രുചിയും ഓണത്തിന്റെ ഗൃഹാതുര സ്മരണയും ഉണർത്തി. തിരുവാതിരക്കളിയും കുമ്മാട്ടുകളിയും ഓണത്തിന്റെ മാറ്റുകൂട്ടി. ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് പുലിക്കളി ബുധനാഴ്ച തൃശൂർ നഗരത്തിൽ നടക്കും. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും പ്രത്യേകതയായിരുന്നു. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെ കാഴ്ചശീവേലി നടന്നു. കൊമ്പൻ രാജശേഖരൻ കോലമേറ്റി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. ആയിരക്കണക്കിന് പേർ തിരുവോണ സദ്യയിൽ പങ്കെടുത്തു. തിരുവോണനാളിൽ കണ്ണന്റെ നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് ഗരുഡ ഭഗവാൻ. ഗുരുവായൂർ ഫ്രണ്ട്സ് മാണിക്യത്തുപടി കൂട്ടായ്മയാണ് 22 അടി നീളവും 18 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. കലാകാരനായ സുരാസ് പേരകത്തിന്റെ നേതൃത്വത്തിൽ കെ കിഷോർ കുമാർ, അരുൺ തെക്കേപ്പുറം, ആര്യൻ വാഗ, സൂര്യൻ വാഗ എന്നിവരാണ് പൂക്കളമൊരുക്കിയത്. 65 കിലോ പൂക്കളാണ് ഇതിനായി വേണ്ടിവന്നത്. ഫ്രണ്ട്സ് മാണിക്യത്തുപടി ഭാരവാഹികളായ PS സനോജ്, ജിതേഷ് മനയിൽ, KA പ്രദീപ്, ഷൈനേജ് പല്ലവി, നിവാഷ് ഗുരുവായൂർ, സുഭാഷ് ഭാസ്കർ, നിഖിൽ മല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിൽ ബാറിന് പുറത്ത് സംഘർഷം. ബാർ ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാക്കളെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനുരാഗ്, അനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അനുരാഗിന് നെറ്റിയിൽ മുറിവുണ്ട്. ബാറിന് പുറത്ത് റോഡിൽ വെച്ച് ജീവനക്കാർ യുവാക്കളെ അതിക്രൂരമായി ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ പറഞ്ഞു. സമീപത്തെ ചായക്കടയിലുണ്ടായിരുന്ന മാള സ്വദേശിയായ മുൻ സബ് ഇൻസ്പെക്ടറുടെ അവസരോചിതമായ ഇടപെടലാണ് സംഘർഷം അവസാനിപ്പിച്ചത്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 18,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. ശനിയാഴ്ചയാണ് കാലിത്തീറ്റ സംഭരണ കേന്ദ്രത്തിന്റെ മറവിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ശേഖരം എക്സൈസ് സംഘം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ P. അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ദേശീയപാത മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ 1,500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. സമീപകാലത്ത് ജില്ലയിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയത്. ചാലക്കുടി മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചശല്യം രൂക്ഷം. മേലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഒച്ചശല്യം രൂക്ഷമായിട്ടുള്ളത്. കൊരട്ടി മേഖലയ്ക്കും ഒച്ചശല്യം വ്യാപിച്ചിട്ടുണ്ട്. മഴക്കാലത്താണ് ഒച്ചശല്യം രൂക്ഷമാകുന്നത്. പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ ഭാഗത്തുനിന്ന് പ്രതിരോധ നടപടികൾ കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപമുണ്ട്. ഒപ്പിട്ടാണ് നാട്ടുകാർ ഒച്ചിനെ പ്രതിരോധിക്കുന്നത്. പ്രവാചക സ്മരണയിൽ വിശ്വാസി സമൂഹം തിങ്കളാഴ്ച നബിദിനം ആഘോഷിക്കും. കറകളഞ്ഞ വിശ്വാസവും അതിരില്ലാത്ത സ്നേഹവുമാണ് നബിദിനത്തിന്റെ മുഖമുദ്ര. അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും മുങ്ങിത്താഴ്ന്ന ഒരു സമൂഹത്തെ വിശ്വാസത്തിന്റെ കരയിലെത്തിച്ച വ്യക്തിയായിരുന്നു തിരുനബി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്ര, പതാക ഉയർത്തൽ, അന്നദാനം, മിലാദ് പ്രഭാഷണങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, കലാകായികമേളകൾ തുടങ്ങിയവ നടക്കും.
ചാലക്കുടി ആര്യങ്കാല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി നടത്തി. ജാഫർ മുസ്ലിയാർ, മനോജ് ബഷീർ, ഷമീർ അഷ്റഫ്, MS ബാദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. നബിദിനത്തോടനുബന്ധിച്ച് പെരുമ്പിലാവ് ചോല ബദ്രിയ മദ്രസയിൽ എക്സ്പോ സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് സത്താർ അൻവരി, റേഞ്ച് സെക്രട്ടറി റഫീഖ് ഫൈസി എന്നിവർ ചേർന്ന് എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് PA സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ ദാരിമി, കമറുദ്ദീൻ മുസ്ലിയാർ, ഉസ്മാൻ വഹബി തുടങ്ങിയവർ സംസാരിച്ചു. ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നബിദിനാഘോഷം മനോഹരമാക്കുന്നതിനു വേണ്ടി മെഗാ ദഫ് ഒരുക്കിയിരിക്കുകയാണ് പന്നിത്തടം മഹല്ല്. ഇസ്ലാമിക കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ദഫ്മുട്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മദീന പ്രവേശനം ആഘോഷഭരിതമാക്കുന്നതിനായി പ്രവാചകനും സംഘവും സഞ്ചരിച്ച വഴികളിലുടനീളം ദഫുകൊട്ടി എതിരേറ്റ ത്വാഫിലെ ബാലകൗമാരങ്ങളെ അനുസ്മരിച്ചാണ് നബിദിനാഘോഷത്തിൽ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ചടുലമായ ചുവടുകളും ഇമ്പമാർന്ന പ്രവാചക മദ്ഹ് ഗാനങ്ങളുമാണ് ദഫ്മുട്ടിന്റെ പ്രത്യേകത. നബിദിനാഘോഷം കൂടുതൽ ആകർഷകമാക്കുന്നതിനു വേണ്ടിയാണ് പന്നിത്തടം മഹല്ല് കമ്മിറ്റി മെഗാ ദഫ്മുട്ട ഒരുക്കിയിരിക്കുന്നത്. പ്രവാചകൻ സ്വപ്രകൃതവും സ്വഭാവവും എന്ന പ്രമേയത്തിൽ നടത്തപ്പെടുന്ന നബിദിന ക്യാമ്പയിൻ വളരെ വിപുലമായി നടത്താനുള്ള ശ്രമത്തിലാണ് പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും സ്വാഗത സംഘം പ്രവർത്തകരും. മഹലിലെ കേന്ദ്ര മദ്രസയായ ലിവാവുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇഷ അത്തുസുന്നയുടെ പ്രവർത്തകരാണ് നബിദിനാഘോഷത്തിന് കൊഴുപ്പേകാൻ വിപുലമായ രീതിയിൽ മെഗാ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ നബിദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം പന്നിത്തടം മഹല്ലും അതിനുവേണ്ടി തയ്യാറെടുത്തു. മഹലിന്റെ ബ്രാഞ്ചുകളും മഹല്ല് കമ്മിറ്റിയൊക്കെ കൂടി സംഘടിപ്പിക്കുന്ന മെഗാ ദഫ്, അതുപോലെ തന്നെ നബിദിന റാലി, ഭക്ഷണ വിതരണം, അങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മഹലിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 10-40 പേര് പങ്കെടുക്കുന്ന ഒരു മെഗാ ദഫാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഹൈലൈറ്റ്. SP ഉമ്മർ മുസ്ലിയാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് റിൻഷാദ്, ഹസൻ എന്നിവരുടെ പരിശീലനത്തിലാണ് 40 യുവാക്കൾ ചേർന്ന മെഗാ ദഫ് അവതരിപ്പിക്കുന്നത്. പഴയകാല പ്രവാചക മദ്ഹക്, പ്രവാചക പത്നിമാരുടെ മദ്ഹക് എന്നിവ ഇതിവൃത്തമായ ഗാനങ്ങൾക്ക് ചുവട് പിടിച്ചാണ് ദഫ്മുട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഖത്തീബും മുദരീസുമായ മുഹമ്മദ് സ്വല്ലീഹ് അൻവരി ചേകന്നൂർ, കേന്ദ്ര മദ്രസ പ്രധാന അധ്യാപകൻ മുഹമ്മദ് അലി ലത്തീഫി എന്നിവർ മഹലിൽ ആത്മീയ നേതൃത്വം നൽകുമ്പോൾ സിംല ഹസൻ പ്രസിഡന്റും പുരളിയിൽ അബൂബക്കർ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് മഹലിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. മഹല് വൈസ് പ്രസിഡന്റ് VS അബൂബക്കർ, നബിദിന ആഘോഷ കമ്മിറ്റി കൺവീനർ ഹമീദ് കാരേങ്ങിൽ, ഷജീർ താജ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. തിങ്കളാഴ്ച നടക്കുന്ന നബിദിന റാലിയിലും കലാസദസ്സിലും മെഗാ ദഫ്മുട്ട അവതരിപ്പിക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ VR സുനിൽകുമാർ MLA അനാസ്ഥ കാണിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി തിരുവോണനാളിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധയോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് കുര്യാപ്പള്ളി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ ജോയ്, മുഹസിൻ ഇസ്ഹാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം ആലയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആല സ്വദേശി ചാണാശ്ശേരി വീട്ടിൽ മണിലാലിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് വെട്ടേറ്റ മണിലാൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആല സ്വദേശി രഞ്ജിത്തിനെതിരെ മതിലകം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്.
മൂർക്കനാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ കത്തിനശിച്ചു. മുരിയാട് സ്വദേശി ജോർജ് നേരെപ്പറമ്പലിന്റെ കാറാണ് കത്തിനശിച്ചത്. പള്ളിയോട് ചേർന്നുള്ള ഹാളിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോർജ്. തീപിടിച്ച വാഹനത്തിന് സമീപത്ത് തന്നെയുണ്ടായിരുന്ന മറ്റൊരു കാർ തള്ളി നീക്കിയതിനാൽ ആ വാഹനത്തിലേക്ക് തീ പടർന്നില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ KS ഡിബിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജയൻ, ഫയർമാൻമാരായ ലൈജു TT പ്രദീപ്, സതീഷ്, ഉല്ലാസ് M, ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയതിലും ഒരു ആനുകൂല്യവും നൽകാതെ 200 കണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലുമാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ തൊഴിലാളികൾ തിരുവോണനാളിൽ കമ്പനി പടിക്കൽ പട്ടിണിക്കഞ്ഞി വെച്ച് സമരം ചെയ്തു. സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. INTUC യൂണിയൻ സെക്രട്ടറി P. രമേശൻ നായർ, CITU യൂണിയൻ സെക്രട്ടറി MS പ്രദീപ്, BMS യൂണിയൻ സെക്രട്ടറി VC ഷാജി, എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി MK സുന്ദരൻ, VV കൃഷ്ണകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണപുരത്ത് ക്ഷേത്രകുളത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി അടിമച്ചാലിൽ വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓണത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ നടക്കുന്ന തലമ പന്തുകളി നാട്ടുകാരെ ആവേശഭരിതരാക്കി. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലാണ് തലമ പന്തുകളി നടക്കുന്നത്. പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് തലമ പന്തുകളി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലത്തിൽ ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. മൂത്തകുന്നം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഓട്ടോയിൽ ദിശ തെറ്റി വന്ന കാറിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ മേത്തല സ്വദേശി അറക്കൽ അബ്ദുൾ റസാഖിനെ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനത്തിന്റെ മുന്നോടിയായി വാഹന വിളംബര ജാഥ നടത്തി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ മഖാമിൽ നിന്ന് ആരംഭിച്ച വാഹന വിളംബര ജാഥ എരുമപ്പെട്ടി ത്വാഹ മസ്ജിദിൽ സമാപിച്ചു. മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ്, ത്വാഹ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് യൂസഫ് അലി മുസ്ലിയാർ, നൂറാനിയ സദർ മുഹമ്മദ് കുഞ്ഞിദാരിമി, കരിയന്നൂർ ഖത്തീബ് ഷെരീഫ് സുഹരി നന്മാറ, മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന യോഗത്തിൽ മഹല്ല് ഖത്തീബ് അത്തീഖ് റഹ്മാൻ ബാഖവി നബിദിന സന്ദേശം നൽകി. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ വാദ്യമേളങ്ങൾ വൈകിട്ട് 4 മണിക്ക് പള്ളിയിൽ സംഗമിച്ച് കൂട്ടമേളം നടന്നു. പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നേർച്ച വിളമ്പും പൊതുസദ്യയും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ലേലം വിളി നടക്കും. വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, കൈസ്ഥാനി ജോൺ വർഗീസ്, സെക്രട്ടറി സ്റ്റീഫൻ പുലിക്കോട്ടിൽ എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുവോണനാളിൽ ചാവക്കാട് ബീച്ചിൽ സഞ്ചാരികളുടെ വൻ തിരക്ക്. കടലിൽ കുളിച്ചും പട്ടം പറത്തിയും സഞ്ചാരികൾ ബീച്ചിൽ സന്തോഷത്തിമർപ്പിൽ ആറാടി. സഞ്ചാരികളുടെ ഒഴുക്കുമൂലം ചാവക്കാട് ബീച്ച് റോഡിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും രംഗത്തുണ്ടായിരുന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ഒരുക്കിയ ഭീമൻ പൂക്കളം ശ്രദ്ധേയമായി. ക്ഷേത്ര ഉപദേശക സമിതിയും ഉത്രാളിക്കാവ് യുവജന സമിതി, ഉത്രാളിക്കാവ് മാതൃസമിതി, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ ചേർന്നാണ് നടപ്പുരയിൽ 24 അടി വ്യാസത്തിൽ തിരുവോണ പൂക്കളം ഒരുക്കിയത്. നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 8ാമത്തെ വീട് കൈമാറി. ചന്ദ്രാപിന്നി ചുരക്കൽ മഹല്ല് മജ്ലിസുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭവന പദ്ധതിയായ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 8ാമത്തെ വീടാണ് പണി പൂർത്തീകരിച്ച് കൈമാറിയത്. സൈഫുദ്ദീൻ തങ്ങൾ മൂവാറ്റുപുഴ പുതിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ബൈത്തുന്നൂർ ഭവന പദ്ധതി ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. മജ്ലിസുന്നൂർ മഹല്ല് അമീൻ ഡോക്ടർ ഹാഫിൾ അഹമ്മദ് നൌഫൽ റഹ്മാനി, ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് സെക്രട്ടറി യൂസഫ് അന്താറത്തറ, ചന്ദ്രാപിന്നി ഈസ്റ്റ് MHM മജ്ലിസ് പ്രസിഡന്റ് ഖാലിദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ഉല്ലൂർ എടക്കുന്നി ആര്യകുളങ്ങര ബാലസമാജത്തിന്റെ കുമ്മാട്ടി മഹോത്സവം ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 3:30 ആര്യകുളങ്ങര ക്ഷേത്രത്തിൽ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് 6:30 ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ കുമ്മാട്ടി അവസാനിക്കും. ടാബ്ലോ, നാസിക് ഡോൾ തുടങ്ങിയവ കുമ്മാട്ടിക്ക് അകമ്പടിയാകും. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ CLCയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കൽക്കുരിശിന്റെ ആശീർവാദം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. പൊതുസമ്മേളനം CLC അതിരൂപത ഡയറക്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. CLC പ്രസിഡന്റ് TJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികാരി ഫാദർ ബാബു അപ്പാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത്, CLC ഭാരവാഹികളായ ജനറൽ കൺവീനർ ജോസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കരിക്കാട് ഭട്ടിമുറി കുടിയഞ്ചിറ ഭഗവതി ക്ഷേത്ര ഭരണസമിതിയുടെ ഈ വർഷത്തെ ശ്രീഭദ്ര പുരസ്കാരം പ്രശസ്ത ചെണ്ടമേള കലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർക്ക് സമർപ്പിച്ചു. ക്ഷേത്രം ഹാളിൽ നടന്ന ആദരണീയ ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലത്ത് നിർവഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. BTN വിജയൻ നമ്പൂതിരി പൊന്നാടി അണിയിച്ച് ഓണപ്പുടവ നൽകി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് സോമശേഖരൻ അക്കിക്കാവ്, ഭഗവതി ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പ്രൊഫസർ രാധാകൃഷ്ണൻ, ക്ഷേത്ര മേൽശാന്തി അനിൽ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിലെ 1985-86 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 26,500 രൂപ സംഭാവന നൽകി. തിരുവോണനാളിൽ അന്തിക്കാട് കുളത്തിന് സമീപം നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തുക ഏറ്റുവാങ്ങി. ഭാരവാഹികളായ KV രാജേഷ്, ഷിനു കുറുവത്ത്, VS ഷാജിദ, അബ്ബാസ് വീരാവുണ്ണി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ദേശീയപാത മറികടക്കുന്നതിനിടയിലാണ് കാർ നിയന്ത്രണം വിട്ടത്. ഡിവൈഡറിൽ ഇടിച്ചുകയറി എതിർദിശയിലേക്ക് എത്തിയ കാർ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാറിലെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പുതുക്കാട് പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എയ്യാൽ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ കണ്ടത്തിൽ ഓട്ടമത്സരം ശ്രദ്ധേയമായി. ചീനിക്കൽ മോഹനൻ മെമ്മോറിയലിന്റെ ഭാഗമായാണ് എയ്യാൽ ആദൂർ കുണ്ടുതോട് പാടശേഖരത്തിലെ കണ്ടത്തിൽ ഓട്ടമത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. MG ഹരി 1ാം സ്ഥാനവും KR ആദർശ് 2ാം സ്ഥാനവും നേടി. കണ്ടത്തിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണികളായിട്ടുള്ള എല്ലാവരും അവരെ പ്രോത്സാഹിക്കണമെന്നത് ക്ലാസ് ചെയ്തുകൊണ്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. വിലയേറിയ കൈയടികൾ നൽകിക്കൊണ്ട് വളരെയധികം പ്രോത്സാഹനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6,865 രൂപ, പവന് 54,920 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരുവോണ സദ്യയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. മളയിൽ ബാർ ജീവനക്കാരെ മദ്യപിക്കാൻ വന്നവരും തമ്മിൽ സംഘർഷം. ബാർ ജീവനക്കാരുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്ക്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ 18,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം.
ചാലക്കുടി മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചശല്യം രൂക്ഷം. അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതിരോധ നടപടികൾ കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. പ്രവാചക സ്മരണയിൽ വിശ്വാസി സമൂഹം തിങ്കളാഴ്ച നബിദിനം ആഘോഷിക്കും. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.